ഗൾഫ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ദുബായ് മാള് അല്ലെങ്കിൽ ബുർജ് ഖലീഫ, ഷെയ്ഖ് സായിദ് റോഡ്, നമ്മുടെ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ മുതൽ അൽസഫ ടോൾ ഗേറ്റിൻ്റെ ഇടയിലുള്ള ആ സ്ഥലം. അതിലൂടെയൊക്കെ നമ്മൾ കാർ ഓടിച്ച് പോകുമ്പോൾ നമ്മളൊരു സ്വപ്ന നഗരിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ്. ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോയും ഇതും ഒരു ഗൾഫാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് UAE-യിലുള്ള നൂറുകണക്കിന് ലേബർ ക്യാമ്പുകളിൽ ഒന്ന് മാത്രമാണ്. ഇതുപോലെ പല ഗൾഫ് രാജ്യങ്ങളിലും പല ലേബർ ക്യാമ്പുകളുണ്ട്. ഒരു റൂമിൽ ഏകദേശം 12 to 16 ആളുകൾ, ഒന്നോ രണ്ടോ റൂമുകൾക്ക് ഒരു ബാത്റൂം, ഒരു കിച്ചണും, അലക്കിയിടുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതും ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി വെക്കുന്നതെല്ലാം ഈ ഒറ്റ റൂമിൽ മാത്രം. ശമ്പളമാണെങ്കിൽ 800 to 900 ദിർഹംസ്. അതിന് തന്നെ ഇവർ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ അല്ലെങ്കിൽ 10-12 മണിക്കൂർ ജോലി ചെയ്യണം. അതിൽ തന്നെ 200-300 ദിർഹംസ് അവർ കട്ട് ചെയ്യും, വിസയുടെ പേര്, മെഡിക്കൽ, മറ്റ് എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞ്. ബാക്കി കയ്യിൽ കിട്ടുന്നത് 600-700 ദിർഹംസ്. അതിൽ ഇവരുടെ ഇവിടുത്തെ ചെലവ് കഴിയണം, വീട്ടിലോട്ട് അയച്ചു കൊടുക്കണം. ഇവരൊക്കെ വരുന്നത് വീട് പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചിട്ടോ 1-2 ലക്ഷം രൂപ ഒപ്പിച്ച് എങ്ങനെയെങ്കിലും ഏജന്റിന് കൊടുത്ത് ഒരു വിസ സംഘടിപ്പിച്ചിട്ട് ഇങ്ങനെ ലേബർ സപ്ലൈയിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥയാണത്. ഇവർ 2-3 വർഷം ഇവിടെ നിന്നിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാലും ഇവര് ഇങ്ങോട്ട് പോരാൻ ചെലവാക്കിയ പൈസ പോലും ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളോടൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ വീട്ടുകാരൊക്കെ പറയും പഠിക്കാൻ വിടുന്ന സമയത്ത് പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കൈത്തൊഴിലൊക്കെ പഠിക്കണം. നമ്മളൊരു കൈത്തൊഴിലൊക്കെ പഠിച്ചിട്ട് അതിൽ എക്സ്പേർട്ടായിട്ട് നമ്മൾ അതിൽ പുലിക്കുട്ടികളായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കഷ്ടപ്പെടേണ്ടി വരത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ എത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം വേറൊരാളുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ സാഹചര്യങ്ങളോ നമ്മുടെ വീട്ടിൽ വളർന്നു വന്ന അവസ്ഥയോ നമ്മുടെ വീട്ടുകാരെയോ ഇതിലൊന്നും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ എവിടെ എത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നമ്മൾ തന്നെയാണ്. നമുക്ക് മാസം 800 ദിർഹംസ് വേണോ അതോ ദിവസം 800 ദിർഹംസ് ഉണ്ടാക്കണോ, അല്ലെങ്കിൽ നമ്മൾ ഓരോ മിനിറ്റിന് 800 ദിർഹംസ് വിലയിടണോ എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്.